ചോറ് കഴുകി വെച്ച് പോവാൻ നോക്കട്ടെ. ഒന്ന് മഴ ഒന്ന് കുറഞ്ഞിക്കും. തേങ്ങ ഒക്കെ കൊഴിഞ്ഞാടുണ്ട്. എന്താ മോളെ പണി? ഞാനടി പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകട്ടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. എന്താ അനക്കോണി? ആറ്റിനെ തേങ്ങ വീണിക്കണം, അപ്പൊ അത് പെറുക്കിയൊക്കെ. എന്ത് മഴയൊന്നുമില്ല. രാവിലെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ വെച്ചാത്ത മഴ. ഇന്നലെ ഒരു അലർച്ച ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതാ പിന്നെയും മഴ ചെയ്തിക്കണം. അതിനെ പറഞ്ഞു രാവിലെ ഒരു തുടങ്ങിയ മഴ. അതില് തേങ്ങ വീണിക്കണം, അപ്പൊ അത് എടുത്തൊക്കെയായിരുന്നു ഞാന്. പണികളൊക്കെ കഴിഞ്ഞാ? ഇന്ന് പണിയില്ല എനിക്ക്? പണി ഉണ്ടടി. പണിക്ക് പോട്ടെ വെച്ചിട്ടാണ്. ചോറുണ്ട് അടുപ്പത്തെ. ആ ചോറ് വേവട്ടെ. മഴയുടെ ഇത് കൊണ്ടിട്ടാ തോന്നുന്നു ജലദോഷവും അതുപോലെ തൊണ്ടവേദന ഒക്കെ ഉണ്ട്. എന്തൊക്കെ ആയി തീരണാവും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇപ്പൊ ഇജ്ജ് പണിക്കന്നെ പോണ്ട മോളെ. ഇതപ്പൊ കാട്ടല്ലേ. ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ മോളെ? ഞാൻ ചെയ്യണ്ടേ ഞാൻ തന്നെ ചെയ്യണ്ടേ? അല്ലടി പെണ്ണിന്റെ വല്ല വിവരം ഉണ്ടോ? ഓളെ വിവരമൊന്നുമില്ല. അന്ന് പോയതല്ലേ. പിന്നെ ഞാൻ വിളിക്കാൻ ഇതിനൊന്നും പോയിട്ടില്ല. ഞാൻ അത്രയും പറഞ്ഞെങ്കിൽ ഓളോട് പോവണ്ട ചെയ്യണ്ടെന്നൊക്കെ. പക്ഷെ എന്റെ വാക്കും കേൾക്കാതെ പോയതല്ലേ. ആവോ എന്താ ചെയ്യിക്കോട്ടെ. നിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും വേണ്ട. എനിക്ക് ഞാൻ അങ്ങനെ ഒരു മകളില്ല. ആ രീതിയിൽ തന്നെ ഇപ്പൊ ഞാൻ നിക്കുള്ളൂ. എന്തായാലും എവിടെയാണ് അവലെ? ഇപ്പൊ പോയിട്ട് 2-3 മാസമായി. ഒരു വിവരവും ഇല്ല. ആൾക്കാരുടെ ഇടയിലും നാണം കെട്ടിച്ച് കണ്ടീന്നല്ലോ ഓരോരുത്തരെ നോട്ടും ചെറിയും വർത്താനും. അതേപോലെ മോന്റെ പെരക്കാരെന്താ പറഞ്ഞത്? എന്റെ മകനൊക്കെ ഒന്നതാണ് പറഞ്ഞിട്ട് അത് വേറെ. അറിയില്ല. എന്തായാലും ഇപ്പൊ ഒന്ന് കെട്ടിറങ്ങിക്കണം. എവിടെയെങ്കിലൊക്കെ സുഖമായിട്ട് ജീവിക്കട്ടെ. അല്ല അപ്പൊ എന്താ പറയാ? എന്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ വന്നാലും ഞാൻ കയറ്റുമൊന്നുമില്ല. ഓളാലജ് കൊറേ അനുഭവിച്ചില്ലേ. എന്നെ കൊറേ ഇറങ്ങറാക്കിയ തന്നെയാണ്. എന്നിട്ടിപ്പ എന്റെ പണികളൊക്കെ കഴിഞ്ഞ? ഇല്ലടി, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്റെ പെണ്ണ് പോയെന്നിട്ട് അന്ന് ഇപ്പൊ അടുത്ത് ജെൽ പറഞ്ഞ് വന്നിക്കണെന്നുള്ളത്. ആ ഓളൊന്നും കാണാനൊന്നും വന്നിട്ടില്ല. എന്താ ഞാൻ ആ കുട്ടിനോടൊക്കെ പറയാ? ഒപ്പം പഠിച്ച അതെന്തേലും ചോദിക്കുമ്പോ ഞാൻ എന്തെന്നാ പറയാ? അത് കാരണം ഞാൻ അത് വരാതിരുന്നതാ. ഓള് പോയിക്കണ. ഓള് എപ്പോഴും ചോദിക്കും മറ്റോള് വിവരമുണ്ടോന്നൊക്കെ. എന്റെ ചോറുണ്ട് അടുപ്പത്ത്. ഇനിയിപ്പോ അത് ഊറ്റി വെച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് വേണം എനിക്ക് പോവാൻ വെച്ചിട്ട് നിക്ക ഞാന്. നേരെ നോക്കിയാ ശരിയാവില്ല. ഞാൻ അടുത്ത മഴ എപ്പോഴാണാവോ പൊട്ടിച്ചാടുക. എന്നാ ഞാൻ പോയോക്കട്ടെ. തീരെ സുഖമില്ലേടി. എന്താന്നറിയില്ല. പനിയൊക്കെ വരുന്ന പോലെ തോന്നുക. ഇപ്പൊ എന്തായാലും ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. 10 പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പോവന്നെ വേണ്ടേ. ഇപ്പൊ ഞാൻ അടിച്ചല്ലട്ടാ. ഇക്കും ഉണ്ടായിരുന്ന ടീച്ചർ പറഞ്ഞ പോലെ 4 ദിവസം മുന്നേ മാറിയത്. ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ ഇങ്ങനത്തെ പനിക്കൊക്കെ ആ ഗവൺമെന്റിൽ പോയാൽ മതിടി. അവിടുന്ന് മരുന്ന് കിട്ടും. ഈ മഴ പെയ്തില്ലേ, അപ്പൊ എല്ലായിടത്തും പനി തന്നെയാണ്. ഒഴിവ് കിട്ടുമ്പോ ഒന്ന് പോയി നോക്കണം. ഇപ്പൊ നിക്കിപ്പൊ ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഇജ്ജൊന്ന് പോയി നോക്ക്. ഇജ്ജിങ്ങനെ അണക്ക് നയിച്ചതിന്റെ അപ്പൊ ജനല്ലേ ഉള്ളൂ. ഇജ്ജിങ്ങനെ ഇരിക്കണ്ട. ഇജ്ജൊന്ന് പോയി നോക്ക്. ഒന്ന് കാണിച്ചാളോ. ഞാൻ പോയോക്കട്ടെട്ടാ. അന്ന് ഇജ്ജ് ചെല്ലുന്ന ആ ചോറ് ഇതൊക്കെ കൊണ്ട് ഊട്ടി ചേർന്ന് പോവാൻ നോക്ക്. അടുത്ത മഴ വെച്ചുമ്പോത്തിന്. അതിന് നാട്ടുകാര് സ്വസ്ഥത കൊടുക്കണില്ല, കുടുംബങ്ങളും സ്വസ്ഥത കൊടുക്കണില്ല. പാവാണ് ആ പെണ്ണ് പോയതിനിപ്പൊ ഇത് എന്ത് പയച്ച് പറിച്ചോനെ. അതിന്റെ ഒരു വിധി അല്ലേ ഇജ്ജ് കാണുന്നുണ്ടല്ലോ. അതിനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. എപ്പോഴാണൊന്ന് ഒതുങ്ങിക്കണേ തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ഓന്റെ പെരക്കാരൊക്കെ നല്ല പ്രശ്നം ഉണ്ടാക്കി. പാവാണ് എന്തായാലും. ചോറ് തളച്ച നല്ലപോലെ ഒരു പണിക്ക് പോവാന്ന് വിചാരിക്കുമ്പോ അപ്പൊ മഴ വീഴും.
ആ അമ്മായിയെ സുഖാണ് അമ്മായി, കുഴപ്പമൊന്നും പോണു. നിങ്ങളെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണു? എത്ര ആയാലും നമ്മക്ക് നമ്മളെ മക്കളെ വിശ്വാസിക്കാരാ. നമ്മളെ മക്കളെ നമ്മളെ ചതിക്കുന്നത് നമ്മളറിയില്ല. ഇനിയിപ്പൊ ആരെ മക്കളായാലും ഞാൻ അന്ന് പറഞ്ഞു, എന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞത്, അല്ലാതെ എന്റെ മകള് തേഞ്ഞതുകൊണ്ടൊന്നുമല്ല. ഇങ്ങനെ കുത്തി നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തിനിങ്ങനെ വിളിക്കണത്? ഓള് കടയിലോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വരണ്ട, അത്ര തന്നെ. ഓൾക്ക് ഇനി അങ്ങനെ ഒരു മകളില്ല. ഓള് നീ എങ്ങനെ ജീവിച്ചാലും വേണ്ടിയില്ല, ഞാൻ സ്വീകരിക്കൂല. ഇപ്പൊ നിങ്ങൾ ഈ പറയണ പോലെ തന്നെ എല്ലാരും പറയണ്ടാവുക എന്നെ പറ്റിയിട്ട്. എന്റെ മകളെ പറ്റി ഞാൻ അങ്ങനെ ശരിയായിരുന്നു, എന്റെ മകള് ഇത് ചെയ്യൂല തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ തെറ്റിപ്പോയത് നിക്കന്നെയാണ്. അതിനെല്ലാരോടും ഞാൻ മാപ്പ് പറയാം. ഒരാള് വീണ് കിടക്കുമ്പോ ചവിട്ടരുത്. ആ ഓളെവിടാച്ച നിന്നോട്ടെ, ഓളെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആരും എനിക്ക് വിളിക്കാൻ നിക്കണ്ട. ഞാൻ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. ഇപ്പൊ എല്ലാരുടെ ഇടയിൽ ഇപ്പൊ ഞാനൊരു കുറ്റക്കാരത്തിയല്ലേ? ഓന്റെ പെരക്കാരെ അറിഞ്ഞത് ഓൾ അറിഞ്ഞോണ്ട് പോയതാണ്, എന്റെ കുട്ടിനെ കൊന്നതാണ് എന്നിട്ട് എന്തെല്ലാം പുതിലുണ്ടാക്കി ഓലെല്ലാരും കൂടി. ഇപ്പൊ ഞാനാണ് ഇതൊക്കെ സഹിക്കണത്. എന്നെ കൊണ്ട് വെയ്യ ഇനി സഹിക്കാന്. ഞാരും ഇത് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ നിക്കണ്ട. ആ ഒരുമ്പട്ടോട് കാരണമാണ് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം എന്ന് പറഞ്ഞ് തരൂല. എല്ലാരും വിളിച്ച് ഓരോന്ന് പറയാം. ഓള് എവിടാച്ച് നിന്നോട്ടെ, എന്തിനാ എന്നോട് വിളിച്ച് പറയണത്? അവിടെ ബെല്ലടിക്കും. ഈയോ എന്നോടാരും അങ്ങോട്ട് കയറാൻ പറഞ്ഞേ? ഇമ്മേ, ഞാൻ എന്റെ ഉമ്മയില് നിന്നെ അങ്ങനെ വിളിക്കണ്ട. മര്യാദക്ക് പുറത്തു പോകാനാ എന്നോട് പറഞ്ഞത്. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ഞാൻ ഇവിടെ നിക്കട്ടെ അമ്മ. തെറ്റൊക്കെ മനസ്സിലായി. എന്റെ ഉമ്മാനെ ഞാൻ കൊറേ സങ്കടപ്പെടുത്തി. എന്നോട് പൊറുക്കണം. അല്ല എന്തിപ്പോ പോന്നത്? കാമുകന്റെ ഒപ്പമുള്ള ജീവിതമൊക്കെ മതിയായോ? എന്റെ ഉമ്മയുടെ കുട്ടി പോന്ന്? ഓ എന്റെ പണ്ടൊക്കെ തീർന്നു, പിന്നെ ഒഴിവാക്കി. എന്നെ ചതിച്ചുമ്മ. അന്നോ ചതിക്കല്ലടി ചെയ്യ. അന്നോ കൊല്ലാഞ്ഞതേ അന്റെ ഭാഗ്യം. അന്നെ കൊല്ലണ്ടീന്ന്, അതാണ് എനിക്ക് വേണ്ടത്. എന്നാലെങ്കിലും ഇജ്ജ് പഠിക്കുവയിന്ന്. എന്നോട് ആരിപ്പം ഇങ്ങോട്ട് കേറി വരാൻ പറഞ്ഞു? ഇജ്ജ് എന്ത് ധൈര്യത്തിലായിട്ട് ഇങ്ങോട്ട് കേറി നിക്കണത്? മര്യാദക്ക് പുറത്തിറങ്ങാൻ എന്നോട് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു മകളെ അല്ലേ ജിന്നെ ഉമ്മാന്ന് വിളിച്ചിട്ട് വരികയെ വേണ്ട. ഇറങ്ങിക്കോ, അതാ എനിക്ക് നല്ലത്. ഇവിടെ നിക്കട്ടമ്മ, വേറെ എവിടേക്കും പോവാല്ലേ? പറ്റൂലെന്ന് പറഞ്ഞാ പറ്റൂല. ഇവിടെ നിക്കാൻ ഞാൻ സമ്മതിക്കൂല. എടി ഇജ്ജ് കാരണി നാട്ടുകാരെ മുന്നിലൊക്കെ ഞാൻ വസളായി. അനക്കറിയത് അന്റെ മാപ്പന്റെ പെരക്കാരെന്താ പറഞ്ഞെന്ന് അറിയോ? ഇജ്ജ് ഓനെ കൊന്നതാണ്, ഞാനും കൂടി അതിന് കൂട്ടു നിന്നതാണ്. ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയത്. ഇപ്പോഴും എല്ലാരും വിളിച്ചിട്ട് ഓരോന്ന് ചോദിക്കണ്ടടി എന്നെ പറ്റിയിട്ട്. ഇജ്ജ് എവിടെ, എന്നെ അവിടെ കണ്ടടി, ഇവിടെ കണ്ടു എന്നൊക്കെ പറയണ്ടടി. നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ അധ്വാനിച്ചിട്ടാ, ഞാൻ ഇപ്പോഴും അപ്പോഴും ഞാൻ അധ്വാനിച്ചിട്ടാണ് ഈ കുടുംബം നോക്കിയത്.
ഇപ്പൊ എന്റെ കാര്യങ്ങൾക്ക് ഞാൻ അധ്വാനിക്കണം. അന്ന് നല്ല അണക്ക് ഒറ്റൊരുത്തിക്ക് വേണ്ടിട്ട് ഞാൻ അധ്വാനിച്ചു. എന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കിയത്. ഇറങ്ങിക്കോ ഇജ്ജ് ഇവിടെ നിക്കേ വാണ്ടാന്ന് പറഞ്ഞ വാണ്ട. അല്ലടി ഓൻക്ക് പെരക്കാരൊന്നും ഇല്ലേ? ഇജ്ജിങ്ങനെ ഇറങ്ങി തെരുവില് തെണ്ടാനി അങ്ങനെ ഓലും ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് എന്റെ മാപ്പിള ഓക്കെ ഓൻ പോട്ടെ, ഓന്റെ സുഖങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അന്ന് ഒഴിവാക്കി നോക്കാം. എനിക്ക് പെരക്കാരും ഇല്ലേ? ഓന്റെ സൈഡാണ്. എങ്ങനെയടി ഓന്റെ സൈഡ് നിക്കാതിരിക്കുക? ഇജ് ഒരുത്തന്റെ മരിച്ച് മണ്ണ് ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഇതിനെ ഓന്റെ പിന്നാലെ ചാടിപ്പോയില്ലേ? ഓ എന്ത് വിശ്വസിച്ചിട്ടടി എന്റെ കൂടെ ജീവിക്ക? ഇജ് ഇനി ഓനിട്ട് പോയില്ലാന്ന് ഓർക്ക് വല്ല ഉറപ്പുണ്ടാ? അതുകൊണ്ടേക്കാരം ഓൻ അന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവാം. കൂടി എന്നെ കഴിയല്ലേ ഞാൻ ഇവിടെ നിന്നോട്ടെ, ഇറക്കി വിടല്ലമ്മ. എന്ത് തെറ്റടി ഞാൻ എന്നോട് ചെയ്തത്? നല്ല രീതിയിൽ തന്നെ ഞാൻ വളർത്തിയതോ? ഇത് പോയെന്ന് ഞാൻ കുറച്ചൊന്നും റെഡി ഇറങ്ങാറായിട്ട് എല്ലാരും മുന്നിൽ ഞാൻ എന്റെ മകള് നല്ലോന്ന് പറഞ്ഞിട്ടേ ഇന്ന് ചതിച്ചില്ല. ഇനി ഞാൻ ഓളവിടെ കേട്ടിട്ടുണ്ടെങ്കിലേ പറിച്ചോ പോലും എന്നോട് പൊറുക്കൂല. ഞാൻ കുട്ടിനോട് ചെയ്യണ ഏറ്റവും വലിയ ദ്രോഹമാണ്. ഓല് പെരക്കാർ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു തെറ്റുമില്ല. ഓല് തെറ്റ് പറയാൻ പറ്റൂല. എന്റെ മകൾ കാരണല്ല അതിന്റെ ജീവൻ പോയത്. ഓനെ ഞാൻ അതിനുള്ളിൽ കയറ്റിയ ശരിയാവൂല. ഓനെ കൊലക്ക് കൊടുത്തിട്ട് ഇന്നും കൂടി എനിക്ക് കൂട്ടിക്കാണെന്ന് പറയും. ഓനെ ഞാൻ അതിനുള്ളിൽ കയറ്റിട്ടുണ്ടെങ്കിൽ കാച്ച പോട്ടെ. ഓളെ മകളല്ലപ്പാ വന്ന് പോണത്. ഓളൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം, എന്റെ മകള് വന്നിട്ട് പോണു. ഒന്ന് പഴയ പോലെ ഒന്നും ഇല്ലല്ലോ അല്ലേ? അത് മാറിയോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, പറയടി. ഓള് എന്തിനാ വന്നത്? ഓളെ കാമുക ഓളെ ഇട്ടെറിഞ്ഞ് ഒഴിവാക്കി പോയിക്കണ്. ഓളെ പണ്ടൊക്കെ എടുത്തുക്കണു. അപ്പൊ ഇവിടെ നിക്കാൻ വേണ്ടിട്ട് വരിക. ഇവിടെ നിക്കാൻ പറ്റൂല തന്നെ ഞാൻ പറഞ്ഞിക്കണു ഓളോട്. ഈ ഭരണുള്ളിൽ ഞാൻ നിർത്തൂല. കേറ്റൂലടി. എങ്ങനെ ഞാൻ കേറ്റിയ? ആ പാവത്തിന് സത്യം പറഞ്ഞ ഓള് കൊന്നയല്ലേ. ഓള് നീ അതിനുള്ളിൽ കയറ്റി പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓലെന്താ പറയാ? ഇന്നും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണ് എന്നല്ല പറയുള്ളൂ. പിന്നെ എനിക്കറിയില്ല ഞാൻ എത്ര ഇടങ്ങറായിട്ട് ഞാൻ ഓളെ വളർത്തിയിരിക്കണത്. ആ ഓള് ഇന്നെ ചെയ്തത്. ഇപ്പൊ ഒരു ദിവസം പോലും ഞാൻ നല്ല പോലെ ഉറങ്ങല് പോലും ഇല്ല ഓള് ആലോചിച്ചിട്ട്. ഓള് ഞാൻ കേറ്റൂല.
ഇനി ഓളങ്ങോട്ട് കേറ്റൂല. ഇനി എവിടാച്ചും പോയി തൊലയട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു മകള് വേണ്ട. എങ്ങനെ എടുക്കാതിരിക്ക? എല്ലാരോടും ഞാൻ എന്റെ മകള് നല്ലത് നല്ലതെന്ന് പറഞ്ഞ് ഞാൻ വളർത്തിയിട്ട് കിട്ടിയല്ലത്. 2-3 മാസമായിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ലാതെ ഞാൻ നടന്നിരുന്നത്. എല്ലാരും കുത്തുവാക്കും ഒക്കെ കേട്ടിട്ട് മതിയേക്ക് ജീവകളെ വെച്ചല്ലോ ചിട്ട്. കാച്ച പോട്ടോളോള് നിങ്ങോട്ട് വരണ്ടോള് മതിയേക്കെടുക്ക്. ഇങ്ങനെ ഒരു മകൾ തന്നെ ഇല്ല. പിന്നെ വിളിക്കും.